نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി അതിൽ നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരികയും ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ റിളായിൽ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മനുഷ്യന് മാത്രമുള്ള ചില പ്രത്യേക സവിശേഷതകൾ കൊണ്ടാണ്. പല കാര്യങ്ങൾ മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്നുണ്ട്. ആ വേർതിരിവുകൾ ഇല്ലാതായാൽ അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പറയാറുള്ളത് അവൻ മൃഗത്തിന്റെ സ്വഭാവം കാണിച്ചു എന്നാണ്. ചിലപ്പോഴൊക്കെ ആ പ്രയോഗം തെറ്റാണ്. മനുഷ്യൻ അധപ്പതിച്ച് മൃഗത്തേക്കാൾ കെട്ടവനായി മാറും. മനുഷ്യനും മൃഗവും തമ്മിലുള്ള പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് മനുഷ്യനിൽ കുടികൊള്ളുന്ന ലജ്ജ എന്ന വികാരം. ലജ്ജ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമൊന്നുമല്ല. മനുഷ്യന്റെ പ്രകൃതത്തിലേ ലജ്ജയുണ്ട്. അത് കളഞ്ഞു പോയാൽ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. സ്വാഭാവികമായും മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ഖുർആൻ പറഞ്ഞ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഫിത്രയിലാണ്, ഈ ഒരു ശുദ്ധ പ്രകൃതത്തിലാണ്. ആ ശുദ്ധ പ്രകൃതത്തില് ലജ്ജയുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യത്തെ പിതാവ് ആദം, മാതാവ് ഹവ്വാ, ഇവർ രണ്ടുപേരും ഭൂമിയിലേക്ക് വരുന്നത് അവർക്ക് ലജ്ജ എന്ന ആ സംഗതിയായിട്ടാണ്. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന തെറ്റിച്ചപ്പോഴാണല്ലോ ഈ രണ്ടാളുകളും അവിടെ നിന്ന് നിഷ്കാസിതരായി ഭൂമിയിലേക്ക് വന്നത്. ആദ്യമായി അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച സമയത്ത് ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ
വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ അറാഫിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകൾ അള്ളാഹു ആ കഥയാണ് പറയുന്നത്. വയാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നഹ, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക. ഉസ്കുൻ, നിങ്ങളവിടെ സമാധാനത്തോട് സ്വർഗത്തിൽ വസിച്ചോളൂ. ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് എവിടെന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് സ്ഥലത്തും നിങ്ങൾ തിന്നോളൂ. സ്വർഗത്തിൽ ഇങ്ങനെ തിന്ന് മതിച്ച് രസിച്ച് ജീവിച്ചോളൂ. പക്ഷെ വലാ തഖ്റബാ ഹാദിഹി ഷജറ, ഒരു മരം അല്ലാഹ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി ഷജറ, ഈ മരത്തോട് നിങ്ങൾ അടുക്കരുത്. ബാക്കി നിങ്ങൾക്ക് എന്തും തിന്നാം, ഈ മരത്തോട് മാത്രം, ഈ മരത്തിന്റെ സമീപത്ത് പോവരുത്. അവിടുത്തെ പഴം തിന്നാന്നുള്ളതല്ല, ലാ തഖ്റബ, ആ മരത്തിന്റെ അടുത്തേക്ക് പോരുത്. പഴം തിന്നല് മാത്രമല്ല വിരോധിച്ചത്, അങ്ങോട്ടേക്ക് പോകണ്ടെന്നാ പറഞ്ഞു. ലാ തഖ്റബ ഹാദിഹി ഷജറ ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ നിങ്ങളങ്ങ് ആ മരത്തെ സമീപിച്ചാൽ ഫതകൂനാ മിനൽ ളാലിമീൻ, അക്കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ളുൽമ് ചെയ്തവരിൽ പെട്ടവരായി പോകും, അതിക്രമകാരികളിൽ പെട്ടുപോകും. ഫവസ്വസ ലഹുമശ് ശൈത്താൻ, പക്ഷെ പിശാച് അവരിൽ ദുർബോധന ഇട്ടുകൊടുത്തു. പിശാചിന്റെ വസ്വാസ്, പിശാച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നിട്ട് ഇവരെ സമീപിച്ചിട്ട് ആ മരത്തെ സമീപിക്കുന്നതിനെ സംബന്ധിച്ചും അതിലെ കായ്കനികൾ ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ പിശാച് ഇവരിൽ വസ്വാസ് ഉണ്ടാക്കി. എന്തിനാ പിശാചിന്റെ ഉദ്ദേശം എന്നറിയോ? ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ മിൻഹുമാ മിൻ സൗആതിഹിമാ, ഇവർ രണ്ടുപേരുടെയും നഗ്നതകൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പിശാച് ഇവരെ സമീപിച്ച് വസ്വാസ് ഉണ്ടാക്കിയത്. അതിന്റെ വിശദീകരണം വരുന്നുണ്ട്. എന്താണ് ഇവർക്ക് മറഞ്ഞിരുന്ന ആ നഗ്നത എന്നുള്ളത്? നഗ്നതകൾ നമ്മളൊക്കെ മറച്ചാണല്ലോ വെക്കാറുള്ളത്. അത് ആദമിനും ഹവ്വയ്ക്കും സ്വർഗത്തിലും അവരുടെ നഗ്നതകൾ മറിഞ്ഞിരിക്കുകയായിരുന്നു. ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്നർത്ഥം. സ്വർഗത്തിൽ തുണി എടുത്തിട്ട് തന്നെയാണ് അവരവിടെ ജീവിച്ചിരുന്നത്. പക്ഷെ ഈ പഴം തിന്നതോടുകൂടി, ഈ പഴം തിന്നതോട് വക്കാല, ഇത് പിശാച് ഇവരെ സമീപിക്കുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നുണ്ട്. വക്കാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറത്തി ഇല്ലാ അൻ തകൂനാ മലക്കൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. പിശാച് പറയാണ്, എന്തിനാണ് അള്ളാഹു നിങ്ങളോട് ഈ മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞെന്നറിയോ? അള്ളാഹു നിങ്ങളോട് ഈ മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾ രണ്ടാളും മലക്കുകളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മലക്കുകളായി പോകരുത്. നിങ്ങൾ ഈ മരത്തെ സമീപിച്ചു കഴിഞ്ഞാൽ, മരത്തിലെ പഴം തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും മലക്കാവും. നിങ്ങൾ മലക്കാകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് ഈ മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തകൂന മിനൽ ഖാലിദീൻ, നിങ്ങൾക്ക് ശാശ്വതമായി നിങ്ങൾക്കിവിടെ വസിക്കണമെങ്കിൽ നിങ്ങൾ ഈ പഴം തിന്നണം. അപ്പൊ ഈ പഴം തിന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ദൈവം ഒരു സൂത്രപ്പണി പ്രയോഗിച്ചതാണ് എന്ന് പിശാച് വസ്വാസിട്ട് കൊടുത്തു. ഇത് പിശാചിന്റെ കള്ളത്തെ. പിശാച് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ടാണല്ലോ മനുഷ്യന് മുമ്പിൽ വരിക. വ്യാമോഹങ്ങളാണ് പിശാച് നമുക്ക് പകർന്നു തരിക. പിശാചിന്റെ വ്യാമോഹങ്ങളൊക്കെ പ്രലോഭനങ്ങളിൽ പെട്ട് നമ്മൾ പലപ്പോഴും പല കുറ്റകൃത്യങ്ങളും ചെയ്തു കളയുമ്പോഴാണ് ഇതൊക്കെ വെറും പൊട്ടത്തരായിരുന്നു മനസ്സിലാക്കുക. പച്ചക്കള്ളാണ് പിശാച് വന്ന് പറഞ്ഞത്. അപ്പൊ ആദം ഹവ്വ എന്നുള്ളത് നല്ല മനുഷ്യന്മാരാണ്, ചീത്ത മനുഷ്യന്മാരല്ല, നല്ല മനുഷ്യന്മാരാണ്. ആദിപിതാവാണ്, പ്രവാചകനാണ്. സ്വാഭാവികമായിട്ട് പിശാചിനോട് ഇവർ തർക്കിച്ചു നിൽക്കുന്നുണ്ട്. വഖസമഹുമാ, പിശാച് ഇവരോട് തർക്കിച്ചു എന്നാണ്. അപ്പൊ ഇവര് പ്രതിർത്ത് പറയാണ്, അങ്ങനെയൊന്നും പറ്റില്ല, അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ മരത്തെ സമീപിക്കില്ല എന്ന് പറയുമ്പോ വഖസമഹുമാ, പിശാച് തർക്കിക്കുക അവരോടൊക്കെ എന്നിട്ട് തെളിവ് നിരത്തി അവരുടെ മുമ്പിൽ സമർത്ഥിക്കുകയാണ് തന്റെ വാദ ശരി എന്ന് പറഞ്ഞിട്ട്. ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാനേ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ നിങ്ങളെ കുഴി ചാടിക്കാൻ വന്നയാളല്ല, നിങ്ങൾക്ക് നന്മ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഫദല്ലാഹുമാ ബിഗുറൂർ, അങ്ങനെ പിശാചിന്റെ വഞ്ചന അവിടെ സ്ഥാപിച്ചെടുത്തു. ഫലമ്മാ ദാഖ ശജറ, അങ്ങനെ ഇവർ രണ്ടുപേരും ആ മരത്തിന്റെ കനി രുചിച്ചു. മരത്തെ സമീപിക്കരുതെന്നല്ല പറഞ്ഞത്, മരത്തെ സമീപിച്ചു, പഴം പറിച്ചു തിന്നു, ടേസ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ബദത് ലഹുമാ സൗആതുഹുമാ, അപ്പോഴേക്കും അവർക്ക് അവിടെ നഗ്നത വെളിപ്പെട്ടു, തുണി ഉരിഞ്ഞു പോയി എന്നർത്ഥം. പഴം തിന്നപ്പോഴത്തേക്ക് ആദ്യം മനുഷ്യന് സംഭവിച്ചത് അവന്റെ ഡ്രസ്സ് അഴിഞ്ഞു പോയി. പിന്നെ സ്വർഗീയ ഡ്രസ്സുകൾ അവിടെ ഇല്ല. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇങ്ങനെ ഓരോന്നോരോന്ന് ഇല്ലാതാക്കുകയാണ്. പിന്നെ
ഡ്രസ്സില്ലാതായപ്പോ, നഗ്നത വെളിപ്പെട്ട് കളഞ്ഞപ്പോ, നഗ്നത എന്നുള്ളത് അവരന്റെ മുമ്പിൽ വെളിപ്പെടാൻ മനുഷ്യർ ആഗ്രഹിക്കാത്തൊരു സംഗതിയാണ്. ഭാര്യ ഭർത്താക്കന്മാരാണ്. എന്നിട്ട് പോലും ഇവർക്ക് നഗ്നത പരസ്പരം വെളിപ്പെട്ടപ്പോഴത്തേക്ക് ലജ്ജ വന്നു എന്നാ ഖുർആൻ പറയുന്നു. ലജ്ജ വന്നവ അങ്ങനെ സ്വർഗത്തിലെ ഇലകൾ പറിച്ച് നാണം മറക്കാൻ ഇവർ ശ്രമിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ പ്രകൃതത്തില് സ്വർഗത്തിലെ വെച്ച് തന്നെയുള്ള ഒരു പ്രത്യേകതയാണ് ഈ നാണം എന്നുള്ളത്. വസ്ത്രം അഴിഞ്ഞു പോയപ്പോഴത്തേക്കും ലജ്ജ എന്നുള്ളത് മനുഷ്യരിൽ പിന്നീട് കൊണ്ടേ ചേർക്കേണ്ട ഒരു വികാരമായിരുന്നെങ്കിൽ, തുണി കഴിഞ്ഞു പോയെങ്കിൽ പോയിക്കോട്ടെ, ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ആദ്യത്തെ മനുഷ്യൻ. പക്ഷെ ചെയ്തില്ല, അവൾ ലജ്ജ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാല്, മനുഷ്യനിൽ കുടികൊള്ളുന്ന അവന്റെ ഫിത്രത്തിലുള്ള ശുദ്ധ പ്രകൃതിയിലുള്ള ഒരു പ്രത്യേക ഒരു മഹനീയ ഗുണമാണ് ലജ്ജ എന്നുള്ളത്. ഈ ലജ്ജയെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കണം, ഇതിനെ കളയാൻ വേണ്ടിയല്ലേ. ഇത് നഷ്ടപ്പെട്ടു പോകരുത്. മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന പ്രത്യേകതകൾ മനുഷ്യനിൽ ഉള്ളത് നിലനിർത്തിക്കൊണ്ടുപോകണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലജ്ജയാണ് നമ്മളെ തിന്മയിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത്. നാണം ഉണ്ടെങ്കിൽ മനുഷ്യൻ തെറ്റ് ചെയ്യില്ല എന്നർത്ഥം. ഇസ്ലാം അതുകൊണ്ട് തന്നെ ലജ്ജ ഇസ്ലാമിന്റെ ഗുണമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ലജ്ജ എന്നുള്ളൊരു മുസ്ലിം സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെ പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ. ലോകത്ത് സകല മതങ്ങൾക്കും ആ മതത്തിന്റേതായ ചില സ്വഭാവങ്ങളുണ്ട്. ലോകത്തെ എല്ലാ മതക്കാർക്കും അവരുടെ മതത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഹിന്ദുവിന് ഒരു ഹൈന്ദവ സ്വഭാവം ഉണ്ടാവും, ക്രിസ്ത്യാനിക്ക് ഒരു ക്രൈസ്തവ സ്വഭാവം ഉണ്ടാവും. മുസ്ലിമിന് ഉണ്ടാകേണ്ടുന്ന മുസ്ലിം സ്വഭാവം എന്താണ്? പറയുന്നത് മുസ്ലിം സ്വഭാവം നമുക്ക് വേണം. ഇതാണ് മുസ്ലിം സ്വഭാവം. റസൂൽ പറയുന്നു, എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാം അൽ ഹയ. അതിൽ ഇസ്ലാമിന്റെ സ്വഭാവം അൽ ഹയ, ലജ്ജയാണ്. ലജ്ജ ഇസ്ലാമിന്റെ സ്വഭാവം. ലജ്ജ ഇല്ല പിന്നെ ഇസ്ലാമിന്റെ സ്വഭാവം ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പിന്നെ അവന് ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല എന്നാണ്. അപ്പൊ മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്നത് മാത്രമല്ല ലജ്ജ, മുസ്ലിമിനെ മുസ്ലിമേതരരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു മഹനീയ സ്വഭാവമാണ് ലജ്ജ എന്നുള്ളത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല. ആദ്യ പ്രവാചകത്വം മുതലേ മനുഷ്യന് കിട്ടിവന്നൊരു മഹനീയ ഗുണത്തെ റസൂൽ പറയാണ്. നുബുവത്തിൽ ഊല, ആദ്യ നുബുവത്ത് ആരാണ്? ആദമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലജ്ജ നമ്മൾ കണ്ടില്ലേ? തുണി വിരിഞ്ഞു പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഇല പൊറിച്ചിട്ട് ആദമും ഹവ്വയും കൂടി നാണം മറയ്ക്കാൻ ശ്രമിക്കുന്ന ആ വികാരം, ആ സവിശേഷ വികാരം റസൂൽ പറയുന്നത്. മനുഷ്യൻ ആദ്യ നുബുവത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ഗുണമുണ്ട്. അത് ഇദാ ലം തസ്തഹി ഫസ്ന' മാ ശി'ത. നാണമില്ല നീ എന്തും ചെയ്തോ എന്നുള്ളതാണ്. നാണമില്ല നിനക്ക് എന്തും ചെയ്യാം. നിന്നെ തിന്മകളിലും തടഞ്ഞു നിർത്തുന്നത് നാണമാണ്. ഇപ്പൊ നാണം മനുഷ്യനെ തെറ്റുകളിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഖുറത്ത് ഇബ്നു ഇയാസ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. കുന്നാ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഫദുകിറ ഇൻദഹുൽ ഹയാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ വെച്ച് ലജ്ജ എന്ന സംഗതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. നബിയും സഹാബിയും കൂടിയിരിക്കുന്നു. അന്നത്തെ ആ യോഗത്തിൽ അവിടുത്തെ ചർച്ച ലജ്ജയാണ്. അപ്പൊ കൂട്ടത്തിലുള്ള ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ് അൽ ഹയാഉ ഫിദ്ദീൻ. റസൂലേ, ലജ്ജ ദീനിന്റെ ഭാഗമാണോ? സഹാബികളുടെ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ലജ്ജ ദീനാണെന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബികൾ ചോദിക്കുന്നത്, റസൂലേ ലജ്ജ അതൊക്കെ ഇങ്ങനെ ദീനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാ ചോദ്യം. അങ്ങനെയൊക്കെ ഒരു എണ്ണലുണ്ടോ? ലജ്ജ എന്ന് പറഞ്ഞാൽ അപ്പൊ ലജ്ജ ഇല്ലാത്തവൻ ദീനിന്റെ പുറത്താന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണല്ലോ. ലജ്ജ ദീനിന്റെ ഭാഗമാണോ, ലജ്ജ ദീനിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹബത്തിന്റെ ചോദ്യം ഇതാണ്, അൽ ഹയാഉ ഫിദ്ദീനി. ലജ്ജ ദീനിൽ പെട്ടതാണോ എന്നാണ്. ദീന് പല പാർട്ടാണ്, അതിലൊരു സംഗതിയാണ് ലജ്ജ. അപ്പൊ തിരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ബാക്കി സംഗതി ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ. ഇപ്പൊ കറിയില് ചേർക്കുന്ന കുറെ സാധനങ്ങളുടെ കൂട്ടത്തില് മല്ലി എന്നുള്ള കറിയുടെ കൂട്ടിയിട്ടൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ മല്ലി ഇല്ലെങ്കിൽ കറി അറിയാവുമല്ലോ, ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദീനിൽ പെട്ടതാണോ ഈ ലജ്ജ? അപ്പൊ റസൂൽ പറഞ്ഞ മറുപടി എന്താ അറിയോ?
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ ഹുവ ദീനു കുല്ലുഹു. അതെന്തൊരു ചോദ്യമാണ്. അതന്നെയാണ് ദീന്. കുല്ലുഹു, അത് മൊത്തം ദീനാണ്. അത് മാറ്റിവെച്ചിട്ട് പിന്നൊരു ദീനില്ല. ഈമാനിന്റെ ഭാഗം എന്നല്ല, ഈമാന് തന്നെയാണ് ലജ്ജ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിരവധി ഹദീസ് കാണുന്നുണ്ട് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൽ ഹയാഉ മിനൽ ഈമാൻ. നബിന്റെ ഓരോരോ വേർഷനിലുള്ള സംസാരം കേട്ടോ ഇതൊക്കെ, ഓരോരോ തരത്തിൽ റസൂൽ അവതരിപ്പിക്കാൻ. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണ്. വൽ ഈമാനു ഫിൽ ജന്ന, ഈമാൻ എവിടെയാണ്? ഈമാൻ എവിടെ കൊണ്ടെത്തിക്കും? ഈമാൻ സ്വർഗത്തിലാണ്. ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്, ഈമാൻ സ്വർഗത്തിൽപ്പെട്ടാണ്. വൽ ബദ, ലജ്ജയില്ലായ്മ മിനൽ ജഫായി, അത് ശിർക്കിൽപ്പെട്ടതാണ്. വൽ ജഫാഉ ഫിന്നാർ, ജഫ അവിടെ പോവും, ആ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅ, ലജ്ജയും ഈമാനും ഒരുമിച്ച് പടക്കപ്പെട്ട സാധനമാണ്, ഇരട്ടക്കുട്ടികളാണ്. ലജ്ജ ഈമാനും ഇരട്ടക്കുട്ടികളാണ്. ഇതിൽ ഒന്ന് പോയി ഫൈദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖർ, ഒന്നില്ലാതായാൽ മറ്റേത് ഇല്ലാതാകും. ലജ്ജയില്ലേ, എന്നാ പിന്നെ അവനിക്ക് ഈമാൻ ഇല്ല. അബൂ ഹുറൈറന്റെ വേറൊരു ഹദീസ് കാണൂ, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറഞ്ഞാൽ ഈമാന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ ഒത്തിരി ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രേ ഹദീസ്, എന്തിനാ ഒറ്റ ഹദീസ് മതിയില്ല നമുക്ക് പഠിക്കാനുണ്ട്, എന്തിനാ ഇതിന് മാത്രം കുറെ ഹദീസ് വെച്ചാൽ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലജ്ജയുള്ളവരാകണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ട് റസൂലിന്റെ അവസ്ഥ എന്തായിരുന്നു? അതല്ലേ രസം. നമ്മളോട് ഇങ്ങനെ ലജ്ജയെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ഹദീസ് വായിക്കും. അബൂ മസ്ഊദ് അൽ ഖുദരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാ, റസൂൽ എന്ന് പറഞ്ഞ കടുത്ത ലജ്ജയുള്ള ആളായിരുന്നു. നബിന്റെ നാണെന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര ലജ്ജാലുവായിരുന്നു റസൂൽ. ആണല്ലേ റസൂല്? അത് സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ലജ്ജയെ ഉപമിക്കാൻ നോക്കൂ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ, മറക്കുള്ളിലിരിക്കുന്ന ഒരു കന്യകയ്ക്ക് എത്ര നാണുണ്ടാവും? വീടിന്റെ ഉള്ളിൽ അങ്ങനെ അത് പൊതിയെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കുക. നമ്മുടെ കോളേജ് ലൈഫ് പരിശീലിച്ച പെൺകുട്ടിയെ കുറിച്ചല്ല പറയുന്നത്. വീടിന്റെ ഉള്ളിൽ ആവശ്യത്തിനല്ലാതെ പുറത്തേക്ക് ഇറങ്ങാത്ത നാടൻ കുടുങ്ങിയായിരുന്നു നാടൻ പെൺകുട്ടിയെ സങ്കല്പിക്കുക. ഈ നാടൻ പെൺകുട്ടിയേക്കാൾ ലജ്ജാലുവായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ എന്തായാലും മനസ്സിലാക്കണം. ലജ്ജയ്ക്ക് വേറൊരു വേഷം റസൂൽ അവതരിപ്പിക്കുന്ന അവിടെ. അപ്പൊ ഇതെങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ലജ്ജ അത് ചിലപ്പോ പ്രകടമാകുന്ന ചില രീതികളുണ്ട്. ഇപ്പോ ഫൈദാ റഅ ശൈഅൻ യക്റഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും റസൂല് കണ്ടു, നബിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമുക്ക് നമ്മളെ പലപ്പോഴും തിന്മകൾ വിരോധിക്കുന്നതിൽ നമ്മളെ തടഞ്ഞു നിർത്തുന്നത്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ പറയണം, ഞാനിത് പറയണം, അല്ലെ? അങ്ങനെയല്ലേ? ഒരു തെറ്റിനെ കുറിച്ച് തെറ്റ് നമ്മൾ കാണുന്നു, അയാളുടെ മുഖത്ത് ഞാനെങ്ങനെ അത് പറയാ, എനിക്ക് നാണക്കേടാവും, അല്ലെ? ഇങ്ങനത്തെ ഒരു നാണക്കേടുണ്ടല്ലോ. തിന്മയെ എതിർക്കുമ്പോൾ അവർ നമ്മളെ സംബന്ധിച്ച് എന്ത് വിചാരിക്കും? എന്തായിരിക്കും പ്രതികരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയെ ശക്തമായി എതിർക്കുന്ന ആളായിരുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തെറ്റ് കാണുമ്പോഴത്തേക്ക് നബിക്ക് ഇങ്ങനെ പറയാൻ ഇങ്ങനെ പറ്റില്ല, പക്ഷെ അത് മുഖത്ത് കാണുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും തിന്മ കണ്ടാൽ അറഫ്നാഹു ഫീ വജ്ഹിഹി, നബിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കായിരുന്നു. ചിലപ്പോൾ റസൂൽ ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊള്ളുന്നില്ല, ഇച്ചിരി ലജ്ജാലു ആയതുകൊണ്ട്. പക്ഷെ മുഖത്ത് കാണാം ഭാവവ്യത്യാസം, ആ തിന്മയോടുള്ള കടുത്ത വെറുപ്പ്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും മനുഷ്യനല്ലേ. സാഹിബികൾ പറയുന്നത് ചിലപ്പോഴൊക്കെ റസൂൽ ഇങ്ങനെ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത സംഗതി കണ്ടാല് റസൂലിന്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുക്കുമായിരുന്നു ദേഷ്യം വന്നിട്ട്. ആ തിന്മ സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. പക്ഷെ ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരാളോട് എങ്ങനെ അത് പറയാം? അയാൾ ആളുകളുടെ മുമ്പ് ചവയളിക്കലാവുമല്ലോ, അല്ലെ? അപ്പൊ ഇത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം എന്നുള്ളത് തന്നെ ഈ ലജ്ജ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സവിശേഷ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈ വിശേഷപ്പെട്ട ഗുണം നമ്മളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, ലജ്ജയില്ലാത്തൊരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം ഈമാൻ നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ഈമാൻ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് ഒരാളെ എത്തിക്കാനുള്ള ഏക സംഗതി ഈ വിശ്വാസം, ഈമാൻ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലജ്ജയുള്ളവരാവുക, അങ്ങനെ ഈമാൻ വർദ്ധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉള്ളവരാകണമെന്നും ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയെ സംബന്ധിച്ച് നമ്മളോട് കുറേയേറെ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. നാണം ഒരാൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് ഒരു ഇടങ്ങേറും വരാൻ പോകുന്നില്ല. ലജ്ജ ഒരാളിൽ നിലകൊള്ളുന്ന കാലത്തോളം, ഉണ്ടാകുന്ന കാലത്തോളം അയാൾക്ക് നന്മയാണെന്ന് മനസ്സിലാക്കണം. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ. ലജ്ജ നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. സഈദ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വസിയത്ത് ചോദിച്ചു. ഒരു പ്രത്യേക ഉപദേശം നബിയോട് ചോദിക്കാൻ, ഒരു സ്പെഷ്യൽ ഉപദേശം. റസൂലേ, ഔസിനി, എന്നോട് എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ചാലോ, എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ചാലോ. ഉപദേശം തേടി വന്ന ഒരാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശം നോക്കിക്കോളൂ. ഊസിക അൻ തസ്തഹില്ലാഹ അസ്സ വജല്ല. നീ അള്ളാനെ ലജ്ജിക്കണം. അള്ളാഹുവിനോട് നിനക്ക് നാണം ഉണ്ടാവണം. നമ്മളുടെയൊക്കെ നാണം പലപ്പോഴും വേറെ പലതിലാണ്. അള്ളാനെ ലജ്ജിക്കാറില്ല. അള്ളാനെ എങ്ങനെയാ ലജ്ജിക്കുക? അള്ളാനെ ലജ്ജിക്കേണ്ടത് കമാ തസ്തഹി റജുലൻ സാലിഹൻ മിൻ ഖൗമിക. നിന്റെ നാട്ടിലുള്ള ഒരു സാലിഹായ മനുഷ്യനോട് നീ ലജ്ജ കാണിക്കുന്നു. നീ ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് തിന്മകൾ ചെയ്യാറുണ്ടോ? പലപ്പോഴും നമ്മളെ തിന്മകളിലും തടഞ്ഞു നിർത്തുന്നത് ആളുകൾ അത് കാണുന്നുണ്ട് എന്നുള്ളൊരു പേടിയാണല്ലോ. ആളുകൾ അത് കണ്ടു കഴിഞ്ഞാല് പിന്നെ എന്റെ വില ഇവിടെ പോയല്ലോ, പിന്നെ എന്നെ ഒന്നിനും കൊള്ളാത്തവനായി മാറും, അങ്ങനെ ചിത്രീകരിക്കപ്പെടും. ആ ഒരു നാണക്കേട് നമുക്കുണ്ട്. നമ്മളുടെ മാന്യത നഷ്ടപ്പെടുന്നത് നമുക്ക് നാണാണ്. ആ മാന്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്. പക്ഷെ അള്ളാനെ ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്നില്ല, അള്ളാനെ ലജ്ജിക്കുന്നില്ല. ഒരിക്കൽ ഇമാം അഹ്മദിന്റെ അടുക്കലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, തെറ്റ് ചെയ്യണം. അപ്പൊ തെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉദ്ദേശിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അള്ളാഹ് കാണാത്തടത്ത് പോയിട്ട് തെറ്റ് ചെയ്തോളൂ. അള്ളാഹ് എന്നും കണ്ടോണ്ടിരിക്കുകയാണ്. അള്ളാഹ് എല്ലാം കണ്ടു. നമ്മൾ ഏത് മറക്കുള്ളിലിരുന്ന് തെറ്റ് ചെയ്താലും ഈ തെറ്റ് മുഴുവൻ അള്ളാഹു കാണുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ തെറ്റ് ചെയ്തോ, പക്ഷെ അള്ളാഹ് കാണാത്തടത്ത് പോയിരുന്ന് വേണം തെറ്റ് ചെയ്യാൻ. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, അതെങ്ങനെ അള്ളാഹ് കാണാത്തൊരു സ്ഥലം ലോകത്തില്ലല്ലോ, എങ്കിലൊരു കാര്യം ചെയ്യും, നീ അള്ളാഹുവിൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തെറ്റ് ചെയ്തോളൂ. അപ്പോഴും കുടുങ്ങി. അള്ളാഹ് തരാത്ത പിന്നെ വേറെ ഏത് ഭക്ഷണ ലോകത്തുള്ളത്? എല്ലാ ഭക്ഷണത്തിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ പ്രവർത്തനാണ്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, അതും സാധിക്കുന്ന സംഗതിയല്ല, അങ്ങനെയും ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും അള്ളാഹുവിന്റെ അല്ലാത്ത മറ്റേതെങ്കിലും ഭൂമിയിൽ പോയി തെറ്റ് ചെയ്തോളൂ. അപ്പൊ ഇദ്ദേഹത്തിന് പിന്നെ ഒഴിവൊന്നും കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എനിക്ക് തെറ്റ് ചെയ്യാൻ മാർഗമില്ല, അള്ളാഹ് കാണാത്തടത്ത് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിന്റേതല്ലാത്ത ഭക്ഷണം എനിക്ക് കഴിക്കാൻ കഴിയില്ല, അള്ളാഹുവിന്റേതല്ലാത്ത ഭൂമിയിൽ എനിക്ക് പാർക്കാൻ കഴിയില്ല. അപ്പൊ തെറ്റ് നമുക്കൊരിക്കലും പറ്റുന്നൊരു സാധനമല്ല. അതിൽ നിന്ന് ലജ്ജിക്കണം, അള്ളാഹിനെ ലജ്ജിക്കണം. അള്ളാഹു സദാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വലിയ ഒരു വിശാലമായൊരു ഉപദേശമാണ് ഈ സഹാബിക്ക് കൊടുത്തത്. ഈ ഗുണം നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈമാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ധാർമ്മികതയാണ് നമ്മളിൽ നിന്നും അതോടെ കൊഴിഞ്ഞു പോകുന്നത്. സദാചാരമാണ് അതിലൂടെ നഷ്ടമായി മാറുന്നത്. ചുരുക്കത്തിൽ മനുഷ്യനല്ലാതായി മാറും. ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ മൃഗമായി മാറും. പിന്നെ അവന് എന്ത് ചെയ്യാനും മടിയുണ്ടാവില്ല. അതാണല്ലോ റസൂൽ പറഞ്ഞത്, ലജ്ജയില്ല നീ പിന്നെ എന്തും കാട്ടിക്കോ. ലജ്ജയില്ലേ പിന്നെ നിനക്ക് ഒന്നും പ്രശ്നമില്ലാത്ത ആളുകൾ. ഈ ലജ്ജയില്ലായ്മയിലേക്കാണ് ആധുനിക കാലത്ത് ലിബറൽ കാഴ്ചപ്പാടുകൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ക്യാമ്പസിന്റെ മുമ്പിൽ
കേരളത്തിലെ പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ബോർഡ് വെക്കാൻ പറ്റുന്നത് തുറിച്ചു നോക്കണ്ട, ഞാനും നീയും ഉണ്ടായത് ഇങ്ങനെയാണ്. അത് നാണമില്ലാത്തതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. വീടിന്റെ ഉള്ളിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്നതാരും ആപ്പയും അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഉണ്ടായത്. എത്ര തോന്നിയാസാണിത്. മനുഷ്യനിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യുന്നതൊക്കെ പുറത്താണ്. ആരും കക്കൂസിൽ ക്യാമറ വെക്കാറില്ലല്ലോ. എന്താ കാരണം? എല്ലാരും ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ അത് പുറത്താക്കാന്നുള്ളതാണ്. അല്ല, നാണം എന്ന് പറഞ്ഞൊരു സാധനം മൃഗത്തിനതില്ലായിരിക്കാം. ആലോചിച്ച് നോക്കൂ, മൃഗത്തിന് പോലും ആ ലജ്ജയുണ്ട്. പലപ്പോഴും മൃഗത്തിന് പോലും ആ ലജ്ജ നമ്മൾ കാണുന്നുണ്ട്. പല ലോകത്ത് ജീവിക്കുന്ന അപൂർവം ചില മൃഗങ്ങൾ മാത്രമേ പരസ്യമായിട്ട് മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ട് അവന്റെ ശാരീരിക പ്രവർത്തനത്തിൽ ഏർപ്പെടാറുള്ളൂ. പല മൃഗങ്ങളും മാറിപ്പോവുക ചെയ്യുക. അവന് ആളുകൾക്ക് പ്രത്യേക ക്യാമറ വെച്ചൊക്കെ പഠിക്കാൻ വേണ്ടി പിടിക്കേണ്ടി വരും. ആ നാണം പോലും മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ. അത് പുരോഗമനത്തിന്റെ പേരിലാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ അതൊരിക്കലും പുരോഗമനമല്ല. അത് തിന്മയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ആ തിരിച്ചുപോക്കിന്റെ പേരിലാണ് ഈ ലിബറൽ കാഴ്ചപ്പാടുകളുടെ ആധുനിക ഉൽപ്പന്നങ്ങളായ ലിവിംഗ് ടുഗദർ മുതൽ, ബസ്റ്റി പ്രയോഗം മുതൽ, ആൺപെൺ സൗഹൃദങ്ങൾ മുതൽ, LGBTQ+ അടക്കമുള്ള സംഗതി മുതൽ അങ്ങനെ പോകുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഈ നാണയില്ലായ്മയുടെ അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കണം. അത് പുരോഗതിയാണെന്ന് തെറ്റിദ്ധരിക്കല്. മനുഷ്യന്റേതായ ചില പ്രത്യേകതകളുണ്ട്. അത് നിലകൊള്ളുന്ന കാലത്ത് മാത്രമേ മനുഷ്യനായി മാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം മനുഷ്യൻ മൃഗമായി മാറും എന്നല്ല. മൃഗത്തിനേക്കാൾ മനുഷ്യൻ തകർന്നവനാകും, മൃഗത്തിനേക്കാൾ അധപ്പതിച്ചവനാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മൃഗത്തെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പെട്ടെന്ന് തരുന്നു. മൃഗത്തെ പോലെയല്ല, മൃഗത്തെക്കാൾ മോശം അവസ്ഥയിലേക്കാണ് ആ മനുഷ്യന്റെ പോക്ക് എന്ന് തിരിച്ചറിയുക നമുക്ക്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ ലജ്ജാശീലത്തെ തിരിച്ചു പിടിക്കണം. ലജ്ജ തിരിച്ചു വരുന്നതോടുകൂടി നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് ഈമാനാണ്. ആ ഈമാനാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ ആദ്യം അവൻ നിക്ഷേപിച്ച ആദിപിതാവിനുണ്ടായിരുന്ന ആ ലജ്ജ വികാരത്തെ അള്ളാഹു നമുക്ക് തിരിച്ചു തരുമാറാകട്ടെ. കൂട്ടത്തിൽ അള്ളാഹു നമ്മളുടെ ഈമാനം തിരിച്ചു തരുമാറാകട്ടെ. ആ ഒരു ഗുണമുള്ള മക്കളായി അള്ളാഹു നമ്മളുടെ വരും തലമുറകളെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഹയാവും ഒക്കെ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ നാഥ. ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമേ അള്ളാഹുവേ. അപകടങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണം നാഥ. അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണമേ നാഥ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.